അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 വയസ്സ്. ചരിത്രത്തിലേക്ക് വിടവാങ്ങിയെങ്കിലും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ് പ്രിയ നേതാവായ കോടിയേരി. വിപ്ലവകാരിക്ക് മരണമില്ലെന്ന കോടിയേരിയുടെ തന്നെ വാക്കുകൾ കേരളം അനുഭവിച്ചറിഞ്ഞത് 3 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുക. കഴിഞ്ഞ 3 വർഷവും രാഷ്ട്രീയ കേരളം കോടിയേരിയെ ഓർക്കാത്ത ഒരു ദിനം പോലും കടന്നുപോയിട്ടില്ല. മനസ്സു തൊടുന്ന പുഞ്ചിരിയുമായി ആ സൗമ്യ സാന്നിധ്യം ജനകോടികളുടെ ഹൃദയങ്ങളിലുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരമായിരുന്നു കോടിയേരി എന്ന 4 അക്ഷരം. മൊട്ടമ്മൽ കുഞ്ഞുകുറുപ്പിൻ്റെയും നാരായണി അമ്മയുടെയും മകനായി പിറന്ന കോടിയേരിക്ക് സമരവും ജനസേവനവുമായിരുന്നു ജീവിതം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ആരംഭിച്ച പൊതുജീവിതം അവസാനിക്കുന്നതുവരെ നിസ്വവർഗത്തിൻ്റെ വിമോചനത്തിനായുള്ള അക്ഷീണമായ പോരാട്ടം. അടിയന്തരാവസ്ഥക്കാലത്തെ കഠിനപീഡനങ്ങളും ജയിൽവാസവും കോടിയേരിയിലെ വിപ്ലവകാരിയെ വാർത്തെടുത്തു. SFI സംസ്ഥാന സെക്രട്ടറി, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം തുടങ്ങിയ നിലകളിലെല്ലാം കോടിയേരിയുടെ നേതൃപാടവം കേരളം കണ്ടു. 5 തവണ നിയമസഭാംഗം, കേരളത്തിലെ പോലീസ് സേനയെ പരിഷ്കരിച്ച ആഭ്യന്തരമന്ത്രി. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഇടത് സർക്കാർ തുടർഭരണം നേടിയതിന് പിന്നിലെ ജനകീയ ഇടപെടലുകൾ. അരനൂറ്റാണ്ടുകാലത്തെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കോടിയേരി എന്ന പേരടയാളപ്പെടുത്തിയ നിരവധി മുഹൂർത്തങ്ങൾ. രോഗത്തിൻ്റെ വേദനകൾക്കിടയിലും പാർട്ടി ചുമതലകൾക്കായിരുന്നു മുൻഗണന. നിരവധി സഖാക്കൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ കൊല ചെയ്യപ്പെട്ടു, രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഇനിയും പലരെയും ആക്രമിച്ച് അംഗവൈകല്യം സംഭവിച്ചവരാക്കി മാറ്റിയെന്ന് വരും. പക്ഷേ ഒരിക്കലും ഈ ചെങ്കൊടി വർഗീയ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല എന്നതാണ്. 2022 ഒക്ടോബർ 1 ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വച്ച് ആ വിപ്ലവ ജീവിതത്തിന് തിരശീല വീണപ്പോൾ കേരളം ഒന്നടങ്കം കണ്ണീരണിഞ്ഞു. പയ്യാമ്പലത്തെ തീരത്തേക്ക് ഒഴുകിയെത്തിയ ജനസമുദ്രം കണ്ണീരും പൂക്കളും വർഷിച്ച് ലോകത്തോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രിയ നേതാവിനെ യാത്രയാക്കുന്നത് മണ്ണിൽ നിന്ന് മാത്രമാണ്, മനസ്സിൽ നിന്നല്ല. കൈരളി ന്യൂസ്, കണ്ണൂർ.